ചേർത്ത് ആരാധന ചെയ്യുന്നതാണ് ശിർക്ക്. അതാണ് ലാ തദ്ഉ മഅല്ലാഹി, നിങ്ങൾ അല്ലാഹുവോട് കൂടെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ അതേ അല്ലാഹു തന്നെ വഹുവ മഅക്കും, അവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിലൂടെ അറിയിക്കുന്നത് അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ട് എന്ന വിശ്വാസം നിങ്ങളെ ശിർക്കിലേക്ക് നയിക്കുകയില്ല. മറിച്ച് അല്ലാഹുവോട് കൂടെ അവന്റെ മഹത്തായ ഗുണങ്ങൾ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു വസ്തുവിനെ, ഒരു വ്യക്തിയെയോ നിങ്ങൾ പങ്കുചേർക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. അതിവിടെ ആരാ ചെയ്യുന്നത് എന്നാ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ടോ? അല്ലാഹുവിനോട് കൂടെ അവന്റെ ഗുണങ്ങൾക്ക് എല്ലാം തന്നെ സമാനമായിക്കൊണ്ട് മറ്റൊരു ദൈവത്തെയോ ഒരു ആരാധനയെയോ സുന്നികൾ ഇക്കാലമത്രയും ലോകത്ത് എവിടെയെങ്കിലും സങ്കല്പിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ പ്രവൃത്തിയിലോ അവർ അവിടെ പ്രകടമാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സുന്നികൾ ചെയ്യുന്നതൊക്കെ ശിർക്കാന്ന് പറയുന്നത് എങ്ങനെ? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലാണ് ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തി തളർറുഇ വതദല്ലുൽ, വിനയത്തിന്റെയും എളിമയുടെയും അങ്ങേയറ്റം പ്രകടമാക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇനി മറ്റൊന്നുമില്ല, ലാസ്റ്റ് ഘട്ടം, അതിനപ്പുറത്തേക്ക് മറ്റാരോടും പറയാനില്ല, മറ്റാർക്കും സാധ്യമല്ല. ആ നിലക്കുള്ള വിധേയത്വത്തിന്റെ അവസ്ഥക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എങ്കിൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ അല്ലാഹു അല്ലാത്ത മലക്കുകളെയോ അമ്പിയാക്കന്മാരെയോ പ്രവാചകന്മാരെയോ ഔലിയാക്കന്മാരെയോ ആരെയെങ്കിലും ആ നിലക്കുള്ള വിശ്വാസത്തിൽ സമീപിക്കുന്ന ഒരൊറ്റ റിപ്പോർട്ട് പോലും, ഒരൊറ്റ പ്രവർത്തനം പോലും, ഒരൊറ്റ വാക്ക് പോലും സുന്നി വിശ്വാസ പ്രമാണത്തിൽ ഇന്നോളം ദർശിച്ചിട്ടില്ല എങ്കിൽ അവർ മുശ്രിക്കുകൾ എന്ന് പറയാൻ വാസ്തവത്തിൽ ഇവർക്ക് ലജ്ജയില്ലേ? വെറുതെ ശിർക്ക് ശിർക്ക് എന്നങ്ങോട്ട് പറയുന്നു. മുൻഗാമികൾ ആരോ ശിർക്ക് എന്ന് പറഞ്ഞു, അത് കേട്ട് പിൻഗാമികളായ ചോട്ടകളും ശിർക്ക് ശിർക്ക് എന്ന് പറയാൻ തുടങ്ങി. എന്താണ് ശിർക്ക് എന്ന് അവർക്ക് മനസ്സിലായില്ല. എന്താണ് ശിർക്ക് എന്ന് അവർ മനസ്സിലാക്കിയില്ല. കണ്ടതൊക്കെ ശിർക്ക്. ആരെങ്കിലും പേര് പറഞ്ഞാൽ ശിർക്ക്, ഏതെങ്കിലും ഒരു പദ്യം ചൊല്ലി അപ്പൊ അത് ശിർക്ക്, അനങ്ങിയ ശിർക്ക്, കാണോടത്തൊക്കെ ശിർക്ക്. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പ്രവാചകനെ കുറിച്ചുള്ള ലോക മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്താ? അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണ് എന്ന ഫസ്റ്റ് അടിമ, സെക്കൻഡ് പ്രവാചകൻ, അബ്ദുഹു വറസൂലുഹു. അപ്പൊ അടിമയാകുമ്പോ സ്വയം പര്യാപ്തതയില്ലാത്ത വസ്തു, സ്വയം പര്യാപ്തയില്ലാത്ത വസ്തുവാണ് അടിമ എന്ന് പറഞ്ഞാൽ. അപ്പൊ നാം മനസ്സിലാക്കണം, അബ്ദെന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാണ് ദാസരെന്ന് വിശ്വസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ആരാണ് ആരാധിക്കുന്നത്? ആരും ഇവിടെ ആരാധിക്കുന്നില്ല. ഒരൊറ്റ വലിയനെയോ അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും വസ്തുവിനെയോ ഇവിടെ ആരും ആരാധിക്കുന്നില്ല. പക്ഷേ ആദരിക്കുന്നുണ്ട്. അത് സുന്നികൾ മാത്രമല്ല, സുന്നികളല്ലാത്ത വിഭാഗവും ആദരിക്കുന്നുണ്ട്. മനുഷ്യരെ പോട്ടെ, പ്രവാചകനെ പോട്ടെ, ഔലിയാക്കളെ പോട്ടെ, ഒരു കല്ലിനെ പോലും ആദരിക്കുന്നില്ലേ സുന്നികളല്ലാത്തവരും? അതെന്താ ശിർക്കാവാത്തത്? കഅബ ശരീഫിലെ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ഹജ്ജിന് പോകുന്ന സകല സുന്നി അല്ലാത്ത സകല വ്യക്തികളും ചുംബിക്കുന്നുവെങ്കിൽ ആ കല്ലിനെ ചുംബിക്കുന്നത് എന്തിന്റെ പേരിൽ? വെറും ഒരു കല്ലിനെ ചുംബിക്കല് സുന്നത്താണ്, ഇബാദത്താണ്, ഹജ്ജാജികൾക്ക് സുന്നത്താണ്, അതൊരു ഇബാദത്താണെന്ന് പറയുമ്പോ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കുന്ന സുന്നികളല്ലാത്ത ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും അനുയായികളും അടക്കം സകല ജനങ്ങളും തുക്കും തിരക്കും കൂട്ടിക്കൊണ്ട് ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കുമ്പോ ഒരു കല്ലിനെ ചുംബിക്കല് അത് ഇബാദത്താണെങ്കിൽ
ശിർക്കിൽ നിന്ന് മുക്തരായ ഒരൊറ്റ മുസ്ലിമെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ, ലോകത്തിലുണ്ടോ ഇല്ലേ എന്ന് ഇവര് മറുപടി പറയണം. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ആദരിക്കൽ ശിർക്കാണ് എങ്കിൽ ആ ശിർക്ക് ചെയ്യാത്ത ഒരൊറ്റ മുസ്ലിമെങ്കിലും ഇന്ന് ലോകത്തിലുണ്ടോ? ഹജൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കാത്ത ഹാജിമാരുണ്ടോ? ആ ഹജൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കല് ശിർക്കാണെന്ന് ലോകത്ത് ആരെങ്കിലും ഇന്നോളം പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ഗവൺമെന്റ് പോലും ആ ആശയത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് എന്നിട്ട് പോലും ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കല് ശിർക്കെന്ന് അവര് പറഞ്ഞില്ല. മാത്രമല്ല, മഹാനായ ഇബ്രാഹിം മഖാമിന്റെ അടുക്കൽ ഹാജിമാർ നിസ്കരിക്കല് സുന്നത്താണ്. എന്തിന്റെ പേരിൽ? ഹറം ഷരീഫിൽ എവിടെ നിസ്കരിച്ചിരുന്നാലും ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഹദീസിലൂടെ ഹറം ഷരീഫിന്റെ ഏത് ഭാഗത്ത് നിസ്കരിച്ചാലും ഒരു റക്അത്തിന് 1,00,000 വെച്ച് പ്രതിഫലം കിട്ടുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കാബം പണിയാൻ വേണ്ടി കയറി നിന്ന ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഖാമിൽ അവിടുത്തെ പാദത്തിന്റെ അടയാളം പതിഞ്ഞിട്ടുണ്ട്. ആ ഇബ്രാഹിം മഖാമിന്റെ അടുക്കൽ നിസ്കരിക്കൽ തവാഫ് ചെയ്തവർക്ക് സുന്നത്താണ് എങ്കിൽ ആ നിസ്കാരം സുന്നികളും സുന്നി അല്ലാത്തവരും നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എവിടെ നിസ്കരിച്ചാലും അവിടെ പ്രതിഫലം 1,00,000 ഇബ്രാഹിം മഖാമിന്റെ അവിടെ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ടത് എന്തിനു വേണ്ടി? അത് ഖുർആൻ വ്യക്തമായി കൊണ്ട് പറഞ്ഞതല്ലേ. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഖുർആൻ. ബഹുമാനപ്പെട്ട പരിശുദ്ധ കഅബാലയം ജനങ്ങളോട് മറങ്ങുന്ന കേന്ദ്രവും കേന്ദ്രവുമായി നാം നിശ്ചയിച്ചിട്ടുണ്ട്. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ മുസല്ലയാക്കുക, അവിടെ നിസ്കരിക്കുക. ഹറം ഷരീഫിൽ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പ്രാധാന്യമുള്ളതിനോടൊപ്പം ഖുർആൻ പറയുന്നു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം മഖാമിൽ നിങ്ങൾ നിസ്കരിക്കണം, അവിടെ വെച്ച് നിങ്ങൾ നിസ്കരിക്കുന്ന പ്രത്യേകതയുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാദസ്പർശമേറ്റ കല്ലിനരികെ നിസ്കരിക്കുന്നത് ആ കല്ലിനെ ആരാധിക്കലാകുമോ? അങ്ങനെയെങ്കിൽ ശിർക്ക് ചെയ്യാത്ത ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? സുന്നികൾ പിന്നെ രക്ഷപ്പെടും. പടച്ചോനെ, നിന്റെ ആ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കാൻ നീ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹുവേ നീ മാത്രമാണ് ഇലാഹ്. ഇബ്രാഹിം മഖാമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ഇബ്രാഹിം നബിക്ക് നീ കൊടുത്ത പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നു, ബർക്കത്തിന് വേണ്ടി. നിസ്കാരം നിനക്കാണ്. സുന്നികളല്ലാത്തവർക്ക് അത് വിശ്വസിക്കാനൊക്കൂലല്ലോ. ഇബ്രാഹിം നബി പ്രത്യേകതയില്ല, പ്രവാചകന്മാർക്ക് യാതൊരു പ്രത്യേകതയുമില്ല, അവർക്ക് നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ മനസ്സിൽ പടച്ചോനെ എവിടെ നിസ്കരിച്ചാലും നിനക്ക് തന്നെയാണ് നിസ്കാരം, ഇവിടെ നിസ്കരിക്കുന്നതിന് യാതൊരു പ്രത്യേകതയും ഇല്ല, എന്നിരുന്നാൽ ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത് ഇതാ ഇബ്രാഹിം നബിക്ക് വേണ്ടിയാണെന്ന് കരുതല്ലാതെ നിർവാഹമല്ല അവർക്ക്. അപ്പൊ ആരാ മുശ്രിക്കായത്? ഈ പറഞ്ഞ ആളുകൾ തന്നെ. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ എന്ന് ഖുർആൻ പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് നിസ്കാരം അല്ലാഹ്ക്കാണ്. പക്ഷേ ആ ഇബാദത്തിനടക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണ വരിക എന്നതാണ് അതിലുള്ള പോയിന്റ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ടാണ്. ആ ചുംബിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ആ കല്ലിന് ആരാധനക്ക് അർഹത കൽപ്പിച്ചുകൊണ്ടല്ലാത്തത് കൊണ്ട് ശിർക്കാകുന്നില്ല. അള്ളാഹുവിന് സമത്വം കൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പോലെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും തുല്യത കൽപ്പിച്ചുകൊണ്ടാണ് ഹജറുൽ അസ്വദിനെ ഒരു മുസ്ലിം ചുംബിക്കുന്നതെങ്കിൽ അവനപ്പം മുശ്രിക്കായി. ഇബ്രാഹിം മഖാമിന് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിനെ പോലെ സമത്വം കൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കുന്നതെങ്കിൽ അവൻ മുശ്രിക്കായി പോയി. എന്തുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും മുശ്രിക്കാവണില്ല? അങ്ങനെ നിശ്ചയിക്കാത്തത് കൊണ്ട്, കൽപ്പിക്കാത്തത് കൊണ്ട്. അപ്പോ ഒരു വസ്തുവിനെ ചുംബിക്കലും ആദരിക്കലും
ഒരു വസ്തുവിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കല് വരെ സമത്വം കൽപ്പിക്കാത്ത നിലക്ക് അത് ശിർക്കല്ല എന്നല്ല ശർഇൽ നിശ്ചയിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, ആവശ്യപ്പെട്ടിട്ടുള്ള ഇബാദത്താണ് എന്ന് വ്യക്തമാകുമ്പോൾ ഇവര് പറയുന്ന ശിർക്കും തൗഹീദും തമ്മിൽ എന്ത് ബന്ധം? എന്നിട്ട് ലജ്ജയില്ലാതെ ലോകത്തുള്ള സകല സുന്നികളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നവരാണ്, ഇബാദത്ത് എടുക്കുന്നവരാണെന്ന് തട്ടിവിടുന്ന ആളുകൾക്ക് ബോധമില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ ആദരിക്കലും ആരാധിക്കലും രണ്ടും രണ്ടാണെന്ന് ഇനിയെങ്കിലും അവിടുന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം. ആദരവ്, ആരാധന. ആദരവ് എന്ന് പറഞ്ഞോടത്ത് ആദ്യം ദായാണ്, ദാ. ആരാധനയിലെ ആദ്യം രായാണ്, രാ. അതൊന്ന് ശരിക്കും 10 പ്രാവശ്യം ഒന്ന് ചൊല്ലിപ്പടിക്കും. ആരാധനയില് ആക്ക് ശേഷം രാ, ആക്ക് ശേഷം രാ, ആക്ക് ശേഷം രാ. ആദരവില് ആക്ക് ശേഷം ദാ, ആക്ക് ശേഷം ദാ, ആക്ക് ശേഷം ദാ എന്നൊന്ന് എണ്ണി പഠിക്ക് പോയിട്ട് ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ആരാധന, ആദരവ്. ആദരവും ഒന്നല്ല. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, നിർദ്ദേശിക്കപ്പെട്ട വസ്തുതയാണ് ആദരിക്കൽ. ആരാധന നിരോധിത വസ്തുവും ആണ്. അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനെ ആരാധിക്കലും കുഫരിയത്തിലേക്ക് നയിക്കുന്നു, മുശ്രിക്കാകുന്നു. അതേ സ്ഥാനത്ത് അല്ലാഹു ആദരിക്കാൻ കൽപ്പിച്ച വസ്തുവിനെ ആദരിക്കാതിരിക്കലും കുഫരിയത്താണ്, കാഫിറായി പോകാൻ കാരണമാണ്. ഇത് മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ ആരാധിക്കൽ കുഫരിയത്തായതുപോലെ തന്നെ അല്ലാഹു ആദരിക്കാൻ കൽപ്പിച്ച വസ്തുവിനെ നിന്ദിക്കലും കുഫരിയത്താണ്. ഇത് വെറുതെ പറയുകയല്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തേക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെയും മഹത്വങ്ങളെയും അവിടുത്തെ മഹത്തായ ഗുണങ്ങളെയും ആരെങ്കിലും കൊച്ചായി കണ്ടാൽ, ആ റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ ആരെങ്കിലും നിന്ദിച്ച് അതിൽ പോരായ്മ ഉള്ള നിലക്ക് പ്രസംഗിച്ചാൽ, സംസാരിച്ചാൽ, പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അവൻ അപ്പം മുർത്തദ്ദായി പോകുമെന്നും, റസൂലുള്ളാഹിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ട്, ഐബ് കൽപ്പിച്ചുകൊണ്ട്, പോരായ്മ കൽപ്പിച്ചുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അക്കാരണം കൊണ്ട് അവൻ മുർത്തദ്ദായി പോകുമെന്നും, ഇസ്ലാമിക ശരീഅത്ത് കോടതിയുള്ള ഒരു നാടാണെങ്കിൽ ആ ശരീഅത്ത് കോടതിയിൽ അയാളെ വിചാരണ ചെയ്ത് അയാൾ ആ തെറ്റിൽ നിന്നും അതിൽ പിൻവാങ്ങാത്ത പക്ഷം അയാളെ മുർത്തദ് എന്നതിന്റെ പേരിൽ കൊല ചെയ്യാൻ ഇസ്ലാമിക ശരീഅത്ത് കോടതിക്ക്, ഖാദിക്ക് അധികാരമുണ്ട് എന്ന് ഈ പറയുന്ന ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനും നേതാവുമായ ഇബ്നു തൈമിയ തന്നെ വ്യക്തമായി തന്റെ അസ്സാനിബുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ എന്ന തന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി കൊണ്ട് പറയുന്നു. കൊന്നാണ്ട് കളയണം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോരായ്മ പറഞ്ഞ ആളുകൾ മുർത്തദ്ദായി പോകുമെന്നും രിദ്ദത്തിന്റെ പേരിൽ അയാളെ കൊല്ലണമെന്നും ഇബ്നു തൈമിയ പോലും പറഞ്ഞു. ഇവരുടെയൊക്കെ നേതാവാണ് ഇബ്നു തൈമിയ, ഇവരുടെ അപ്പോസ്തലനാണ്. ഈ പ്രസ്ഥാനം ഈ ലോകത്ത് നട്ടുപിടിപ്പിച്ച ആളാണ് ഇബ്നു തൈമിയ. ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹമാണ് ഈ ശിർക്ക്വാദം ഇവിടെ കൊണ്ടുവന്നത്. തവസ്സുലും ഇസ്തിഗാസയും ശിർക്കെന്ന് കൊണ്ടുവന്നത് ഈ ഇബ്നു തൈമിയയാണ്. ആ ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല, അത് ശിർക്ക, അത് തെറ്റാണ്, കുഫ്രിയത്താണ്, കുഫ്രിയത്തിന്റെ പേരിൽ അവനെ കൊന്നുകളയണം. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ ശ്രദ്ധേയമാണ്, അസ്സാരിബുൽ മസ്ലൂൽ, മൂർച്ചയേറിയ ഊരപ്പെട്ട ഖഡ്ഗം അലാ ശാതിമിർ റസൂൽ, പ്രവാചകനെ ആക്ഷേപിക്കുന്നവനെതിരെ, റസൂലിനെ ആക്ഷേപിക്കുന്നവനെതിരെ ഊരപ്പെട്ട മൂർച്ചയേറിയ ഖഡ്ഗമെന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. അപ്പൊ റസൂലുള്ളാഹിന്റെ മൗലൂദ്